എനിക്ക് ഈ 2898 AD ഇത് ഇന്ത്യൻ സിനിമയുടെ സീൻ മാറ്റും. ഒരു ട്രൂലി എപ്പിക് സ്റ്റഫ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹോളിവുഡ് സ്റ്റഫ് കണ്ടിറങ്ങിയ ഒരു ഫീല്. നമ്മളെന്താ പറയുക, മാഡ് മാക്സ്, മാർവൽ, DC ഈ പടങ്ങളെ കണ്ടിട്ട് ഒരു ഇന്ത്യൻ സിനിമയിൽ ഈ ഒരു സ്റ്റഫ് അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാകാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ ഹിയർ കംസ് ദ ഡേ. ഇന്ത്യൻ സിനിമയിൽ തന്നെ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഗംഭീരമായ വിഷ്വൽ ട്രീറ്റുകളിലൊന്നാണ്. കാരണം VFXന്റെ വർക്കുകളിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ട്രോളുകളും ഇതിറക്കി നമ്മൾ ഇന്ത്യൻ സിനിമകളെ അല്ലെങ്കിൽ മലയാള സിനിമകളെ നമ്മുടെ ഈ പരിമിതമായ ബഡ്ജറ്റിൽ നിന്ന് ഹോളിവുഡ് സിനിമയിൽ അത്രയും ലെവലുള്ള മേക്കിങ്ങിലേക്ക് ഈ സിനിമ വന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ പുരാണങ്ങളെയും നമ്മുടെ ആ കഥാപാത്രങ്ങളെയും ബേസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് മോഡേൺ ചിത്രം. ഇതിനകത്ത് 3 മണിക്കൂർ പടത്തിന് 600 കോടി ചിലവഴിച്ചതിന് വർത്ത് എവറി പെനി. കാരണം ഒരു സീനിൽ പോലും ഗ്രാഫിക്സ് നമുക്ക് കയ്യെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ദി ബെസ്റ്റ് മൂവി ഓഫ് ഇന്ത്യൻ സിനിമ. ടെക്നിക്കലി അതിഗംഭീരമായ മേക്കിംഗ് ആണ്. എടുത്തു പറയേണ്ട ഇതുപോലെ തന്നെ പ്രഭാസിനെ പോലുള്ള ഈ കാലഘട്ടത്തിലെ വലിയൊരു ഹീറോ ഉള്ളപ്പോൾ തന്നെ കൂടെ നിന്ന് കട്ടക്ക് നിന്ന് അമിതാഭ് ബച്ചൻ, ഒരു രക്ഷയില്ല അമിതാഭ് ബച്ചൻ്റെ സ്ക്രീൻ പ്രസൻസ്. അമിതാഭ് ബച്ചൻ പ്രഭാസിൻ്റെ ചില സ്റ്റാർട്ടിങ്ങുകളിൽ ഹീറോ ബിൽഡപ്പ് അല്ലെങ്കിൽ കഥാ ബിൽഡപ്പിൽ കുറച്ച് ലോ ആയിട്ട് തോന്നിയെങ്കിലും അമിതാഭ് ബച്ചൻ വന്ന മുതൽ അവസാനം വരെ ഇടിച്ചിടിച്ച് നിൽക്കുന്നത് ഗംഭീര പെർഫോമൻസ്. അമിതാഭ് ബച്ചൻ തന്നെയാണ് ഈ സിനിമയുടെ നെടുന്തൂണായി വന്നിരിക്കുന്നത്. തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാന് ശേഷം ഒരു അത്യാവശ്യം ആക്ഷൻ റോളിൽ നമ്മുടെ അമിതാഭ് ബച്ചനെ കാണുന്നത് ഈ ഒരു സിനിമയിലായിരിക്കും. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. TV അതുകൊണ്ട് ക്യാരക്ടർ നൈസായിരുന്നു. 2-3 ക്യാമിയോസ് ഉണ്ട്. വിജയ് ദേവർകൊണ്ട, ദുൽഖർ ആൻഡ് സർപ്രൈസിംഗ്ലി രാജമൗലി. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പ്രഭാസ് എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം ഒരു 100% പോസിറ്റീവ് മൂവി നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കമൽഹാസൻ വരുന്നുണ്ട്, വിജയ് ദേവരെ കൊണ്ട് ഇവിടെ ഒരു ക്യാമിയോ റോൾ വരുന്നുണ്ട്, ദുൽഖറിന്റെ ക്യാമിയോ റോൾ. എല്ലാവിധ ഫാൻസിനെ എന്റർടൈൻ ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ, പുരാണ ചിത്രങ്ങൾ, ആക്ഷൻ, എന്റർടൈൻമെന്റ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അതിഗംഭീര ഫീസ്റ്റാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു കഥാ ബിൽഡിങ്ങിൽ ഒരു സ്ലോ ആയിട്ട് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫിലെ ആക്ഷനിലൂടെ കംപ്ലീറ്റ് നെഗറ്റീവ് മാറ്റിക്കൊണ്ട് ഗംഭീര തൃപ്തി നൽകുന്ന ഒരു ചിത്രമായിട്ടാണ് കൽക്കി ഫസ്റ്റ് പാർട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ഡിപ്പ് നമുക്ക് ഫീൽ ചെയ്യാം, കാരണം വേൾഡ് ബിൽഡിംഗ് ആണ്. സോ അതുകൊണ്ട് ചെറുതായിട്ട് സ്ലോ പേസിലാണ് പോകുന്നത്, ചെറിയ ലാഗ് നമുക്ക് ഫീൽ ചെയ്യാം. ബട്ട് സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ടോപ്പ് നോച്ച് അയച്ചിട്ടുണ്ട്. കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ക്ലൈമാക്സ് കാണിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ആണ് സെക്കൻഡ് പാർട്ടിന്. ഈ താരങ്ങളെല്ലാം കൂടി ഒരു ഗ്രാൻഡ് ഫീസ്റ്റ് ആയിരിക്കും അതെന്ന് ആഗ്രഹിക്കുന്നു. ഗംഭീര സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രഭാസിന്റെ മാത്രം വൺമാൻ ഷോ അല്ലെങ്കിൽ ബിഗ് ബിയുടെ മാത്രം വൺമാൻ ഷോ ആണെന്നില്ല, എല്ലാവർക്കും നല്ല ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കഥയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ പടം വേറെ ലെവലാവുന്നുണ്ട്. എന്താ പറയുക, ഒരു ട്രൂലി എപ്പിക് സ്റ്റഫ് ഇന്ത്യൻ സിനിമയിൽ നിന്ന് നമുക്ക് ദിസ് ഇസ് ഇന്ത്യൻ സിനിമ നമുക്ക് ലൈക്ക് നമുക്ക് എന്താ പറയുക, ഒരു മാഡ് മാക്സോ അല്ലെങ്കിൽ മാവൽ മൂവിയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സെയിം ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ മൂവി എന്നാണ് പറയാം. ട്രൂലി എപ്പിക് വൺ കാണുമ്പോൾ അറ്റ്മോസ്ഫിയർ 4K തന്നെ കാണാൻ നോക്കാം. പ്രഭാസിന്റെ തിരിച്ചുവരാണ്. കാരണം ആദിപുരുഷൻ എന്ന ഒരു ബിലോ പാർ ഒരു സാധനത്തിന് ശേഷം ഇപ്പോൾ സലാറിൽ അദ്ദേഹം ഏകദേശം ആ ഒരു സൗത്ത് ഇന്ത്യൻ ബെൽറ്റിലാണെങ്കിൽ കൂടി ആ ഒരു വിചാരിച്ച ഒരു ഗ്രാൻഡ് ഇന്ത്യൻ റെസ്പോൺസ് അതിന് വന്നില്ലെങ്കിൽ കൂടി അതിലൂടെ നല്ല റോളാണ് അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലും കൂടി പ്രഭാസ് ബാഹുബലിയിൽ നമുക്ക് തന്ന ആ പ്രതീക്ഷ കീപ്പ് ചെയ്യുന്ന ലെവലിലേക്ക് മാറി. അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു പ്രഭാസിന്റെ. എടുത്തു വരേണ്ടത് സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഫൈറ്റ് സീനുകളാണെങ്കിലും അതിഗംഭീര തിരിച്ചുവരവാണ്. പടം ഒരു മസ്റ്റ് വാച്ച്.